An empty street, an empty house I hold inside my heart. I'm all alone, the rooms are getting smaller. I wonder how, I wonder why, I wonder where they are. The days we had, the songs we sang together, oh yeah. And oh my love, I'm holding on forever, reaching for a love that seems so far. So I say a little prayer and hope my dreams will take me there, where the skies are blue, to see you once again, my love. Overseas from coast to coast, to find the place I love the most, where the fields are green, to see you once again, my love. ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ അപകടത്തിൽപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തി അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യനെ ഏകനായിരിക്കുന്നതെന്നല്ല, അവനെ പോലെ ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരുൾ ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഐസക്കിനെ സുമിയെ അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ, ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുകുടുംബത്തിന്റെ കാവൽക്കാരനായ മാറിയ ഔസേപ്പെ, ദേവമാതാവായ പരിശുദ്ധ കന്യകാമറിയമ്മേ, ഇവരുടെ വിവാഹം മംഗളമാക്കാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാക്കാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. ആമേൻ. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നതിനും സർവ്വശക്തന്റെ കടലിൽ കഴിയുന്നവനും സത്യത്തിന്റെ കോട്ടയെ ഞാൻ ആശ്രയിക്കുന്നതിനും അവിടുന്ന് തന്റെ ദൂരങ്ങളോട് അവിടുന്ന് മറച്ചുകൊള്ളും. അവരുടെ ചെറുകളിലേക്ക് തലയിലേക്കും അവിടുത്തെ നിന്റെ വഴികളിലെ ദൂരന്മാരോട് കൽപ്പിക്കും.
നിന്റെ പാതകൾക്കായി ഞാൻ വഴിക്ക് വച്ചു. സിംഹത്തിന്റെ വാലിനെ ചവിട്ടുന്നവനെ സർവ്വതയും ചവിട്ടി അവൻ സ്നേഹത്തിലെ രക്ഷിച്ചു. അവന്റെ നാമങ്ങളോടെ സംരക്ഷിക്കും. അവന്റെ അപേക്ഷിക്കുമ്പോൾ അവന്റെ കഷ്ടതയിൽ ഞാൻ ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും ബന്ധപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ്സത്തിന് ഞാൻ സംതൃപ്തനാക്കും. എന്റെ രക്ഷാകർത്താവിന് ഞാൻ കാണിച്ചു കൊടുക്കും.
As we partake in this sacrament, let us especially remember and pray for Isaac and Sumi as they begin their married life. Let the good Lord bless them abundantly, and let the good Lord grant them peace and happiness in their life. For this, let us especially pray and intercede the help of Mother Mary throughout their life. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നുകളയുക. ഞങ്ങളുടെ രക്ഷകനമണവാദിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹമൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ രാജാവിനെ അവൾ സന്ദർശിക്കും. തൊഴിലായ കന്യകമാർ അവളെ അനുഗമിക്കും. അവിടുത്തെ നാമം സ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞെടുക്കുന്ന മുന്തിരിവള്ളിയാം. നിന്റെ മക്കളെ മേശിലും സൈന്യമുള്ളവൾ പോലെയുമായിരിക്കും. നിത്യനായ ദൈവം തന്റെ സ്നേഹമൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ ബലം ഞങ്ങളെ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ അങ്ങയുടെ കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു കൊടിഞ്ഞോട് നിൽക്കുന്ന സഭയെ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാലും എല്ലാവരുടെയും സൃഷ്ടാവാൻ സകലത്തിന്റെയും നാഥ എന്നേക്കും. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന ലക്ഷ്യ വിശ്വാസം നമുക്ക് മാതൃദൈവമായിരിക്കട്ടെ. സർവേശ്വരനെ Mother,
അവൻ മറുപടി അവർ പറഞ്ഞ അപേക്ഷ കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യമുള്ള മോശമായ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും ഒരാളല്ല ഉച്ച ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഇക്കാലത്തെ മനുഷ്യന്മാർ വീണ്ടും വെച്ച് അവൻ വീണ്ടും അവരോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നത് വ്യഭിചാരം ചെയ്യുന്നു. ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവരും വ്യഭിചാരം ചെയ്യുന്നു. നമ്മുടെ എത്രയും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ തിരുകർമ്മത്തിന്റെ ഏറ്റവും മുന്നമോ കൃതമോ പ്രധാനമായ വ്യക്തികളായ ഐസക് സ്വാമി, I have not prepared to preach English, so I am preaching Malayalam because just now only we have come to know that you are finding difficulty to follow Malayalam. So I have not prepared. If I have prepared, and once I can speak in English. So now I am preaching in Malayalam. You can follow. Okay. ആദ്യമേ തന്നെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെയും കൊച്ചച്ഛൻ്റെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അച്ഛൻ്റെയും എൻ്റെയും പേരിൽ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും അതുപോലെ തന്നെ ദീർഘായുസ് നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. നീണ്ട നാളത്തെ പ്രാർത്ഥനയിലും നീണ്ട നാളത്തെ ഒരുക്കത്തിനു ശേഷം നിങ്ങൾ ഇരുവരും ഇത്രമാത്രം ജനങ്ങളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഈ അൽത്താരയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങളൊരു വാഗ്ദാനം ചെയ്യുകയാണ്. ഇന്നു മുതൽ മരണം വരെ ഞങ്ങൾ ദുഃഖത്തിലും സന്തോഷത്തിലും ദാരിദ്ര്യത്തിലും എല്ലാം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചുകൊള്ളാവുന്ന പ്രതിജ്ഞയെടുക്കുകയാണ്. അപ്പോൾ ഈ പ്രതിജ്ഞയെടുക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവ് ഈശോമിശിഹായുടെ വചനത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും മരണം വരെ വിശ്വസ്തയോടുകൂടി ജീവിക്കണമെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമതായിട്ട് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അത് ഭർത്താവിനോട് പറയുകയാണ്, നീ നിന്റെ പിതാവിനെ, നിന്റെ മാതാവിനെ, നിന്റെ സഹോദരങ്ങളെയും വിട്ട് നീ നിന്റെ ഭാര്യയോട് ചേർന്ന്. ഇതുവരെ നിന്റെ ജീവിതത്തിൽ പരമപ്രധാനം നീ നൽകിയത്, പ്രാമുഖ്യം നൽകിയത് നിന്റെ അപ്പനാഥന്റെ അമ്മക്കാരന്റെ സഹോദരങ്ങളാണ് എങ്കിൽ കർത്താവിന്റെ വചനത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നു മുതൽ നീ ആരംഭിക്കുന്ന നിന്റെ ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ അവസാനം വരെ മരണം വരെ വിശ്വസ്തയോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കണമെങ്കിൽ നീ ഇവരെല്ലാം ഉപേക്ഷിച്ച് നീ നിന്റെ ഭാര്യയെ സ്വീകരിക്കണം, സ്നേഹിക്കണമെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതിന് ആരൊക്കെ തയ്യാറാകുന്നു, ആരൊക്കെ മുൻകൈയെടുക്കുന്നു, അവരുടെ ജീവിതത്തിലാണ് അനുഗ്രഹം ഉണ്ടാവുക, അവരുടെ ജീവിതത്തിലാണ് സന്തോഷം ഉണ്ടാവുക, അവരുടെ ജീവിതത്തിലാണ് സമാധാനം ഉണ്ടാവുക. അതുപോലെ തന്നെ വീണ്ടും വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്രകാരം വചനം ഓർമ്മിപ്പിക്കുന്നു, സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. നിങ്ങളെ ഒന്നു ചേരുവാനാണ് ദൈവമാണ് ആദ്യമേ തന്നെ ദൈവമാണ് അനാദിമുതൽ തന്നെയാണെങ്കിൽ ഐസക്കിന് വേണ്ടി സുമിയെ മാറ്റി നിർത്തി, സുമിക്ക് വേണ്ടി ഐസക്കിനെ മാറ്റി നിർത്തി. അത് ദൈവമാണ് ഇങ്ങനെ നിങ്ങളെ മാറ്റി നിർത്തിയത്. ഇന്ന് ഈ പുണ്യ നിമിഷത്തിൽ, ഈ മനോഹരമായ മുഹൂർത്തത്തിൽ ദൈവം നിങ്ങളെ ഈ അത്താരയുടെ മുകളിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് ദൈവത്തിന്റെ ഇഷ്ടമാണ് എന്ന് നിങ്ങൾ രണ്ടാമതായിട്ട് തിരിച്ചറിയുക. മൂന്നാമതായി വചനത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി മുതൽ നിങ്ങൾ രണ്ടല്ല ഒറ്റ ശരീരമായി. ഇനി മുതൽ നിങ്ങൾ രണ്ടല്ല ഒറ്റ ശരീരമായി. വിവാഹ ജീവിതത്തിന്റെയാണെങ്കിൽ അഭിഭാജ്യം അത് അടങ്ങിയിരിക്കുന്നത് ഈ ഒറ്റ ശരീരമായി
എന്താണ് മനസ്സിലാക്കുക? വാട്ട് ഡു യു മീൻ ബൈ അണ്ടർസ്റ്റാൻഡിംഗ്? ആസ് ഐ അണ്ടർസ്റ്റാൻഡ്, അതായത് ഒരുവന്റെ അല്ലെങ്കിൽ തന്റെ ഭാര്യയെ അല്ലെങ്കിൽ തന്റെ ഭർത്താവിനെ മനസ്സിനെ ഉള്ളിലാക്കുന്ന അവസ്ഥയാണ് മനസ്സിലാക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. എന്റെ ചിന്ത എങ്ങനെയാണ്? മനസ്സിനെ ഒരുവന്റെ അല്ലെങ്കിൽ ഭർത്താവിന്റെ അല്ലെങ്കിൽ ഭാര്യയുടെ മനസ്സിനെ ഉള്ളിലാക്കുന്ന അവസ്ഥയാണ് മനസ്സിലാക്കൽ. അതായത് ഭർത്താവിന്റെ ഭാര്യയുടെ മനസ്സിനെ ഉള്ളിലാക്കി കഴിയുമ്പോൾ ഭർത്താവിന് ഇഷ്ടമില്ലാത്തത്, ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്തത് ഒരിക്കലും ഭർത്താവിന് ചെയ്യുവാൻ, ഒരിക്കലും ഭാര്യയ്ക്ക് ചെയ്യുവാനായത് സാധിക്കുകയില്ല. ഇന്ന് ദാമ്പത്യ ജീവിതം, കുടുംബജീവിതങ്ങൾ താറുമാറാകുന്നുണ്ടെങ്കിൽ, തകിടം പറയുന്നുണ്ടെങ്കിൽ, അസ്വസ്ഥതകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ മറ്റൊന്നുമല്ല കാരണം മനസ്സിനെ ഉള്ളിലാക്കുവാനായിട്ട് ഭർത്താവും ഭാര്യയും പരിശ്രമിക്കുന്നില്ല എന്ന ഒരേ ഒരു കാരണമാണ്. ആരൊക്കെ ഈ മനസ്സിനെ ഉള്ളിലാക്കി ഭർത്താവിന്റെ മനസ്സിനെ ഭാര്യ സ്വന്തമാക്കുകയും ഭാര്യയുടെ മനസ്സിനെ ഭർത്താവ് സ്വന്തമാക്കുകയും ചെയ്യുമ്പോൾ അവിടെ അസ്വസ്ഥതകൾ ഉണ്ടാവുകയില്ല, അവിടെ ഭിന്നതകൾ ഉണ്ടാവില്ല, അവിടെ കലഹങ്ങൾ ഉണ്ടാവുകയില്ല. മറിച്ച് ഒരു മനസ്സോടെ, ഒരു ഹൃദയത്തോടെ, ഒരേ ആത്മാവോടെ, ഒരേ ലക്ഷ്യത്തെ നോക്കിക്കൊണ്ട് മുന്നേറുന്ന വ്യക്തികളായിട്ട് നിങ്ങൾ രൂപാന്തരപ്പെടും. അതാണ് ഇവിടെ കൂടിയിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരുടെയും അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന ജീവജനത്തിന്റെയും നിങ്ങളുടെ ബന്ധുമിത്രാദികളുടെയും ഒക്കെ ആഗ്രഹം. നിങ്ങൾ ഒരു മനസ്സും ഒരു ഹൃദയവും ഒരു ആത്മാവും ഉള്ളവരായി നിങ്ങൾ മാറണം. അതുപോലെ തന്നെ കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് രണ്ട് കുടുംബത്തിലുള്ള വ്യക്തികള്, രണ്ട് സംസ്ഥാനങ്ങളിലുള്ള വ്യക്തികള്, രണ്ട് ജീവിത സാഹചര്യങ്ങൾ വളർന്ന വ്യക്തികള് ഒന്നായി ചേരുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ പലവിധത്തിലുള്ള വിഭിന്നതകൾ, പലവിധത്തിലുള്ള വ്യത്യാസങ്ങൾ നമ്മളും നമ്മുടെ ജീവിതത്തിലും കടന്നുകൂടിയിട്ടുണ്ടായിരിക്കാം. ഈ കടന്നുകൂടിയിരിക്കുന്ന ഈ വ്യത്യസ്തതകളെ അത് ഒരുമയോടുകൂടി അല്ലെങ്കിൽ ഒരേ ഇടത്തോടുകൂടി മുന്നേറണമെങ്കിൽ ദൈവത്തിന്റെ പ്രത്യേകമായ സഹായം ആവശ്യമാണ്. ദൈവത്തിന്റെ പ്രത്യേകമായ സാന്നിധ്യം, സഹായം ആവശ്യമാണ്. അതുകൊണ്ടാണ് തോബിയത്തിന്റെ പുസ്തകത്തിൽ നമ്മെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നത്. കൊച്ചു തോബിയാസ് ആദ്യ രാത്രിയിൽ അവർ കിടപ്പറയിലേക്ക് പ്രവേശിക്കുന്ന മുമ്പ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. ഭാര്യ പ്രാർത്ഥനയുടെ അവസാനം പ്രകാരം ഒരു വിട്ടുവെന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുക. ആമേൻ. അപ്രകാരം തന്നെയായിരിക്കട്ടെ. അതായത് ദൈവത്തിന്റെ സഹായം അപേക്ഷിച്ചുകൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക്, കുടുംബ ജീവിതത്തിലേക്ക് അവർ പ്രവേശിച്ചപ്പോൾ അവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെട്ടു. അവരുടെ കുടുംബജീവിതം സന്തോഷപ്രദമായി മാറുകയാണ്. കാരണം നമുക്കറിയാം, അതിനോട് കടന്നു പോകുമ്പോൾ സാറായിയുടെ 6 ഭർത്താക്കന്മാർ ആദ്യ രാത്രിയിൽ തന്നെയാണെങ്കിൽ മരണപ്പെട്ടു. എന്നാൽ അത് കൊച്ചു തോബിയാസൻ സംഭവിക്കാമോ എന്ന്, എന്നാൽ ദൈവസഹായം അപേക്ഷിച്ച് ദൈവത്തെ കരം പിടിച്ചുകൊണ്ട് അവർ ദാമ്പത്യ ജീവിതം, കുടുംബജീവിതം ആരംഭിച്ചപ്പോൾ ആ പിശാച് അവളെ വിട്ടുപോയി എന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. അതുകൊണ്ട് ഐശ്വര്യനും സുമിക്കും ഒരു അപ്പനെയും ഒരു അമ്മയും കൂടെ ലഭ്യമാണ്. തിരിച്ചും സുമിക്ക് ഒരു അപ്പനെയും ഒരു അമ്മയും കിട്ടുമ്പോൾ ഐശ്വര്യനും വേറെ ഒരു അപ്പനെയും വേറെ ഒരു അമ്മയും കിട്ടുകയാണ്. മാത്രമല്ല സഹോദരങ്ങളെ ലഭ്യമാകും. ഐസക്കിന് ഒരു സഹോദരനെ കൂടെ, സുബിൻ എന്ന് പറയുന്ന സഹോദരനെ കൂടെ ലഭ്യമാകും. സുമിക്ക് എത്ര സഹോദരന്മാരുണ്ട് എന്ന് കരുതുക. ഐസക്കിന് എത്ര സഹോദരന്മാരുണ്ട്? അതുകൊണ്ട് സുമിക്കും ഒരു സഹോദരനെ കൂടെ ലഭ്യമാകുകയാണ്. ഇനി നിങ്ങൾക്കുള്ള സഹോദരന്മാരുടെ from now onwards there are 2 brothers. From now onwards you are having 2 father and 2 mother. If you have such conviction, you don't blame on each other. നിങ്ങൾ പരസ്പരം കുറ്റപ്പെടുത്തില്ല. ഒരുവന്റെ അല്ലെങ്കിൽ ഭർത്താവിന്റെ കുടുംബത്തിലെ വ്യക്തികളെ നോക്കി, ഭാര്യയുടെ കുടുംബത്തിലെ വ്യക്തികളെ നോക്കി പരസ്പരം നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തില്ല. മറിച്ച് അതെന്റെ അപ്പനാണ്, he is my father, he is my mother, he is my brother. How can I blame? We should have such a conviction, such a thought. So from now onwards you are having one more father, one more brother, one more mother. So as I conclude, once again I pray that the good Lord bless you abundantly
the name of the Father, and of the Son, and of the Holy Spirit. Amen. വധുവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കേണ്ടത്. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന മറ്റെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആദിയിൽ പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവം അങ്ങയുടെ അനന്ത പരിപാലനയെ നിങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ ഉദാശ യോഗ്യതയോട് പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാബലം സമർത്ഥമായി എന്നെ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഐസക് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോട് പൂർണ്ണമായ സമ്മതത്തോടുകൂടി സുമിയെ നിന്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നു. സുമി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോട് പൂർണ്ണമായ സമ്മതത്തോടുകൂടി ഐസകിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾക്ക് ഇതിന് സാക്ഷിയാണ്. നിങ്ങൾ തമ്മിലുള്ള വിവാഹത്തോടുകൂടിയുടെ അടയാളമായി പരസ്പരം വലുത് അബ്രാഹത്തിന്റെയും സഹാബിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹാ നിങ്ങളെ വിവാഹബന്ധത്തിൽ ബന്ധിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. Now we are blessing the thigh, and then we will bless the ring, then the sari. പുരുഷമരണ വഴിയിൽ സന്ദേഹവധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവ്വം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷത്തോടെ സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന വീഴ്ച ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെ അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രഭാവനത്തിന്റെ അനുസരിച്ച് വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടിയെ ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണം.
And this pledge means that you are giving consent to lead in accordance with the commandments till the end of your life. So, how to preside the things. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിൽ, ദുഃഖത്തിൽ, സമ്പത്തിൽ, ദാരിദ്ര്യത്തിൽ, ആരോഗ്യത്തിൽ, അനാരോഗ്യത്തിൽ, പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടുകൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷ സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസ്സായ വിശുദ്ധ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാകുകയും ചെയ്യട്ടെ. അപ്പത്തിൻ രൂപത്തിൽ എന്നിൽ ആഗതനാകുമെന്നീശോ, അപ്പത്തിൻ രൂപത്തിൽ എന്നിൽ ആഗതനാകുമെന്നീശോ, അണയേണമേ എൻ്റെ ഉള്ളിൽ അതുമാത്രം ഞാൻ കൊതിപ്പൂ, അണയേണമേ എൻ്റെ ഉള്ളിൽ അതുമാത്രം ഞാൻ കൊതിപ്പൂ. വാവായൻ സ്നേഹനാഥ, സ്നേഹനാഥ വന്നോ വസിച്ചിടുകെന്നിൽ, നിൻ സ്നേഹമെന്നിൽ നിറയ്ക്കൂ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ മണ്ണിൽ ഇവരെ കാത്തുകൊള്ളണമേ. ബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച് പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിസരത്തിനെയും തിരുക്കുടുംബത്തിലെ നായകനായ മാറിയോസേഫിന്റെയും മാധ്യസ്ഥതയും ഇവരുടെ കുടുംബത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സ്വരത്തിന്റെയും നാഥ എന്നേക്കും. അനന്തമായ സ്ത്രീയമായ മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടിക്രമത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരണവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹങ്ങളുടെ പുരാശിയായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ പരിശുദ്ധാത്മാവിന്റെ നിങ്ങളുടെ ശരീരങ്ങൾ വിശുദ്ധവും പ്രീതികരവുമായ സജീവനായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ഈ കുദാശം നിങ്ങളെ ശക്തരാകട്ടെ.
സന്താന സൗഭാഗ്യം നൽകിയ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ ഗുണായ്മയെ നിങ്ങളുടെ ഗുണമാഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശയങ്ങളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. ഹൃദയം സമർപ്പിക്കുവാൻ നിങ്ങളെ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുമണത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോൾ എന്നേക്കും. It's amazing how you can speak right to my heart. Without saying a word, you can light up the dark. Try as I may, I can never explain what I hear when you don't say a thing. The smile on your face lets me know that you need me. There's a truth in your eyes saying you'll never leave me. The touch of your hand says you'll catch me wherever I fall. You say it best when you say nothing at all. All day long I can hear people talking out loud. But when you hold me near, you drown out the crowd. Try as they may, they can never define what's been said between your heart and mine. The smile on your face lets me know that you need me. There's a truth in your eyes saying you'll never leave me. The touch of your hand says you'll catch me wherever I fall. You say it best when you say nothing at all. तुम ही देखो ना ये क्या हो गया, तुम्हारा हूँ मैं और तुम मेरी। मैं हैरान हूँ तुम्हें क्या कहूँ कि दिन में हुई कैसे चांदनी। जागी जागी सी है फिर भी ख्वाबों में है खोई खोई जिंदगी। तुम ही देखो ना ये क्या हो गया, तुम्हारा हूँ मैं और तुम मेरी।
चल बुल्लिया चलना तेरी फितरत, रुकना नहीं तू राहों में, खुद मंजिले तुझे ढूंढन आए, इतना असर हो आहों में। कहा इशारों में निगाहों से दिल ने, नए ख्वाबों से सजा ले जिंदगी, किसी की चाहत दे ये दिल को राहत दे, जरा शिद्दत से तू कर ले आशिकी। हो अभी अभी एहसासों की नई सुबह आई है, लागी जिया की कहती जीने दे। हो रुत सपनों की छाई है, रंग दुआ भी लाई है, लागी जिया की कहती जीने दे। जीने दे इस दिल को जीने दे, जीने दे हर पल को जीने दे, जीने दे दीदार को जीने दे, जीने दे इस प्यार में जीने दे, जीने दे जीने दे जीने दे ये प्यार असा लम्हा जीने दे, जीने दे जीने दे जीने दे मुझे, जीने दे जीने दे जीने दे ये प्यार असा लम्हा जीने दे, जीने दे जीने दे जीने दे मुझे। ओ काले बादल हम जादू दो पल, जी भर के जी ले ये समा, बूंदे उड़ा के चल छेड़े हवाओं को, मौका मिले ये फिर कहाँ। हो अभी अभी ख्वाहिशों पे गुस्ताखी छाई है, लागी जिया की कहती जीने दे, जीने दे इस दिल को जीने दे, जीने दे हर पल को जीने दे, जीने दे दीदार को जीने दे, जीने दे इस प्यार में जीने दे। हाँ एक मोड़ पे यूं कोई मिलेगा, मिलके बदल देगा सफर, कितने भी चाहे तू कर ले बहाने, दिल में कर लेगा वो बसर। हाँ, हो अभी अभी तो होठों पे कोई नई धुन छाई है, लागी जिया की कहती जीने दे, जीने दे इस दिल को जीने दे, जीने दे हर पल को जीने दे, जीने दे दीदार को जीने दे, जीने दे इस प्यार में जीने दे, जीने दे जीने दे जीने दे ये प्यार सा लम्हा जीने दे, जीने दे जीने दे जीने दे मुझे।
നീയാം തണലിന് താഴെ ഞാനിനി അലിയാം കനവുകളാൽ നിൻ സ്നേഹമഴയുടെ ചോട്ടിൽ ഞാനിനി നനയാം നിനവുകളാൽ കണ്ണുകളാൽ മനസ്സിൻ മൊഴികൾ സ്വന്തമാക്കി നമ്മൾ നീലജാലകം നീ തുറന്ന നേരം പകരാം ഹൃദയമധുരം പ്രണയാർദ്രമാ നീയാം തണലിന് താഴെ ഞാനിനി അലിയാം കനവുകളാൽ നിൻ സ്നേഹമഴയുടെ ചോട്ടിൽ ഞാനിനി നനയാം നിനവുകളാൽ കാറ്റുപാടും ആഭിരിരാഗം മോദമായി തലോടിയു നേർത്ത സന്ധ്യാമേഘങ്ങൾ നിന്റെ നെറുകയിൽ ചാർത്തി സിന്ദൂരം നിറമോലും നെഞ്ചിൽ ഒരു തുടി താളം തഞ്ചും നേരം താരം പൂവും തേടുവതാരോ താരത്തിരുമിഴിയോ എന്നാളും നാം ഒന്നായി കാണും പൊന്മാനം ചാരത്തം നേരം കൂട്ടായി കാണും നിൻ ചിരിയും നീയാം തണലിന് താഴെ ഞാനിനി അലിയാം കനവുകളാൽ നിൻ സ്നേഹമഴയുടെ ചോട്ടിൽ ഞാനിനി നനയാം നിനവുകളാ കൂട്ടുതേടും തൂവനതീരം മീട്ടിടുന്നഴകാം സ്വനം ശരത്കാലവാനം ചാർത്തി വന്നു നേർത്ത മഞ്ഞിൻ ഏതോ സായാഹ്ന സ്വപ്നങ്ങളിൽ എന്നോ ഞാൻ കണ്ട വർണ്ണങ്ങളിൽ കൊലുസിൻ മണിയൊലിയുമായി മനസ്സിൻ മധുശാലയിൽ വരുമോ ഒരു പുഴ പോലിന്നു നീ കൊലുസിൻ മണിയൊലിയുമായി മനസ്സിൻ മധുശാലയിൽ വരുമോ ഒരു പുഴ പോലിന്നു നീ
ഒരു നാൾ തരളമിവനിൽ പടരൂ വനലതികയായി മുറുകെ മതിവരുവോളം സഖി. ഒരു നാൾ തരളമിവനിൽ പടരൂ വനലതികയായി മുറുകെ മതിവരുവോളം സഖി. പാടും ഗാനം പോലെ ദൂരെ ദൂരെ മറയരുതേ നീ താനേ വീഴും വേനൽ പൂവായി താഴെ താഴെ ഇതളടിയരുതേ നീ. കരയും കടലലയുമായി തുടരും പ്രണയമിവിടെ പകരാം ഇരുവരിലെന്നും പ്രിയേ. കരയും കടലലയുമായി തുടരും പ്രണയമിവിടെ പകരാം ഇരുവരിലെന്നും പ്രിയേ. ഏതോ സായാഹ്ന സ്വപ്നങ്ങളിൽ എന്നോ ഞാൻ കണ്ട വർണ്ണങ്ങളിൽ കൊലുസിൻ മണിയൊലിയുമായി മനസ്സിൻ മധുശാലയിൽ വരുമോ ഒരു പുഴ പോലിന്നു നീ. കൊലുസിൻ മണിയൊലിയുമായി മനസ്സിൻ മധുശാലയിൽ വരുമോ